നാം ദൈവത്തെക്കാൾ ഉപരി എന്തിനെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മീക്കയുടെ പ്രവചന പുസ്തകം അതിന്റെ 1-ാം അധ്യായമാണ്. അവിടെ എല്ലാ വാക്യങ്ങളും നാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം മീക്ക പ്രവാചകനെ കൊടുത്ത ചില മുന്നറിയിപ്പുകളാണ്. ഇസ്രായേൽ മക്കളോടും യഹൂദ മക്കളോടുമാണ് ഇത് പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അവർ പാപങ്ങൾ നിമിത്തം ഉണ്ടായ ചില പ്രതിസന്ധികളും അതിൽ നിന്ന് എങ്ങനെ അവർക്ക് പുറത്ത് കടക്കാൻ സാധിക്കും, എങ്ങനെ ദൈവത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെയും ഒരു മുന്നറിയിപ്പായിട്ട് മീക്കയോട് അരുളി ചെയ്ത ചില വചനങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, മീക്ക പ്രവാചകനോട് ദൈവം ഇപ്രകാരം ആ ജനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിൽ, ഈ സാഹചര്യത്തിൽ ഒക്കെയും ചില പ്രിയപ്പെട്ട മുഖാന്തരം നമ്മോട് ദൈവം, അതൊരു പക്ഷേ ഒരു കുഞ്ഞിൽ കൂടാകാം, ഒരു ദൈവദാസനിൽ കൂടാകാം, ഒരു ദൈവദാസിൽ കൂടിയാകാം, ഒരു സഹോദരനോ സഹോദരിയിൽ കൂടിയാകാം, ആരിൽ നിന്ന് ആയിക്കോട്ടെ, ചില മുന്നറിയിപ്പുകളുമായിട്ട് ദൈവം ചിലത് നമ്മോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ അത് മറുതലിച്ച് കളയുകയാണോ, അത് എന്നോടല്ല, അത് ഫേക്ക് ആയിരിക്കും എന്നൊക്കെയും പറഞ്ഞ് തള്ളിക്കളയുകയാണോ ചെയ്യുന്നത്, അതോ അത് ദൈവവചന പ്രകാരം വിവേചിച്ച് അത് എന്നോട് തന്നെയാണോ എന്ന് ശോധന ചെയ്ത് അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ തള്ളിക്കളയാതെ നല്ലത് മുറുകെ പിടിക്കുകയാണെങ്കിൽ, എന്നോടാണെന്ന് ആ ഒരു ദൈവിക കാഴ്ചപ്പാട് പ്രാപിച്ച് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. അവിടെ അവരുടെ പാപങ്ങളെക്കുറിച്ചൊക്കെയും സൂചിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം ചെയ്യുന്ന പാപങ്ങൾ അത് വ്യക്തിപരമാകണമെന്നില്ല. അത് നമ്മുടെ ഭവനമായിക്കോട്ടെ, നമ്മുടെ സമൂഹമായിക്കോട്ടെ ഒക്കെയും ബാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം നമ്മിൽ കൂടെ പ്രവർത്തികമാകത്തീർന്നത്. അങ്ങനെ പാപസ്വഭാവങ്ങൾ നമ്മൾ പിന്നെയും പിന്തുടരുകയാണെങ്കിൽ അതിനോടൊരു നോ പറയാൻ നമുക്ക് തയ്യാറാകാനിടയായി തീരട്ടെ. പാപം നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അനുദിനമുള്ള ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീരട്ടെ. ആ മാനസാന്തര അനുഭവത്തോടു കൂടി, അനുസരണ മനോഭാവത്തോടു കൂടി നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് വിലപിക്കുന്ന ഒരു ദൈവമാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നാം ചെയ്യേണ്ട ഒന്ന് മാത്രം, അത് തെറ്റ് മനസ്സിലാക്കി നമ്മെ തന്നെ താഴ്ത്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കാഴ്ചകൊണ്ട് മുമ്പോട്ട് നമ്മുടെ ജീവിതം നയിക്കാൻ ഇടയായി തീരണം. അതുപോലെ മീക്ക മക്കളെ കുറിച്ച് ദൈവം അരുളി ചെയ്ത ആ പ്രവചന നിമിത്തം അവൻ വിലപിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മോട് ദൈവാത്മാവ് ചിലത് ഓർപ്പിക്കുമ്പോൾ, നമ്മുടെ സഭകളെക്കുറിച്ചോ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചോ ഒക്കെ ഓർപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇടവിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് മാത്രം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒതുങ്ങാതെ മറ്റുള്ളവർക്കോടുകൂടി നമുക്ക് ഇടവിൽ നിൽപ്പാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ. അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, അതിൽ നിന്നൊക്കെ ഒരു ജയം നേടുവാൻ, നമുക്കും അവർക്ക് വേണ്ടി ഒരു സഹായം നിൽപ്പാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാം ദൈവത്തെക്കാൾ ഉപരി എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹമെന്നാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെക്കാൾ ഉപരി നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ സഹോദരങ്ങളെയോ ഒക്കെ നാം പലപ്പോഴും സ്നേഹിക്കാറുണ്ട്. അങ്ങനെ ഒരവസ്ഥ നമ്മളെ സ്നേഹിക്കേണ്ടെന്ന് ദൈവവചനം പറയുന്നില്ല എങ്കിലും ദൈവം സ്നേഹമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ദൈവത്തെക്കാൾ ഉപരി നാം ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പാപമായി, ഒരു വിഗ്രഹമായാണ് നാം അത് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും അതിൽ നിന്നൊക്കെയും ഒരു വിടുതൽ പ്രാപിച്ച് നല്ലൊരു ക്രിസ്തു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.